റോഡുകളിൽ ടൂ വീലറുകളും കാറുകളും ഓട്ടോറിക്ഷകളും ബസ്സുകളും ലോറികളും ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന സാധാരണക്കാർക്ക് നല്ല മുട്ടൻ പണി കിട്ടുന്ന ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിധി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിധിയാക്കുമ്പോൾ വിചാരിക്കും കണ്ണാപ്പികളെ മാത്രമേ ഈ ഒരു വിഷയം ബാധിക്കുകയുള്ളൂ, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് യാതൊരു തരത്തിലും ഈ വിഷയം ബാധിക്കില്ല എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല, എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു വിധിയാണ്. അപ്പോൾ സംഭവം വിധി ഇങ്ങനെയാണ്. ഇപ്പോൾ റോഡിൽ റാഷ് ഡ്രൈവിംഗ് നടത്തുന്നവർക്ക് ഇനി മുതൽ ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കണ്ട എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പോൾ ഈ ഒരു വിധി നമ്മളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു അപകടത്തിൽപ്പെട്ട് നമ്മൾ ഒരു ഇൻഷുറൻസിൻ്റെ ക്ലെയിമിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻഷുറൻസ് ക്ലെയിം റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ കൊടുക്കണ്ട എന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യും, നമുക്കെതിരെ കേസിന് പോകും, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം റാഷ് ഡ്രൈവിംഗ് ആണെന്ന് കാണിച്ചുകൊണ്ട് അവർ നിരസിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് പേർക്കാണ് വ്യാജമായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേർക്ക് ഇൻഷുറൻസ് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, കോടതിയെ സമീപിക്കേണ്ടി വരും. കോടതിയിൽ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഈ വാഹനം റാഷ് റൈഡിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പരിപാടികൾ നടത്തിയെന്ന് വരും. എന്തായാലും ഈ ഒരു വിധി വളരെയധികം പ്രതിഷേധം അർഹിക്കേണ്ട ഒരു വിധിയാണ്. അപ്പോൾ ഈ ഒരു വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോർത്ത് കൊറിയ സ്വന്തം പൈസ കൊടുത്ത് ടാക്സും കൊടുത്ത് വണ്ടിയും മേടിച്ചിട്ട് വണ്ടി സ്പീഡിൽ പോകരുത്. ഓൾറെഡി നമ്മൾ സാധാരണ 70-ലാണ് പോകുന്നത്. എന്തായാലും നല്ല റോഡ് കാര്യങ്ങൾ രാത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു 110 പോകും. അങ്ങനെയാണ് ഈ നിയമം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ബാധകമായിട്ട് വരുള്ളൂ. അവരല്ലേ കൂടുതൽ ഇവന്മാർ നിയമം പാലിക്കാതെ വണ്ടി ഓടിച്ചു പോകുന്നത്. അതായത് സർക്കാർ വക വണ്ടി, പെട്രോള്, ഡ്രൈവർ ഒക്കെ വെച്ചിട്ട് ഏത് കണ്ട നേരം ഫുൾ സ്പീഡിലാണല്ലോ പോകുന്നത്. KSRTCക്കൊക്കെ എങ്ങനെയാണെങ്കിൽ മറ്റ് ഒരു കൂട്ടേണ്ടി വരുമല്ലോ, ഫുൾ ടൈം റാഷ് ഡ്രൈവല്ലേ. അതായത് മറ്റുള്ളവൻ്റെ നെഞ്ചത്തോട്ട് ലീവുമാരെല്ലാം വന്ന് കയറാൻ പോകുന്നു. സാധാരണ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡ് ചേർന്ന് വേണം. ഇവൻ്റെ തന്തയുടെ വക എന്ന് പറഞ്ഞ പോലെ വലത്തെ സൈഡ് വലിയ പോകുന്നു.